അത് ഇസ്രായേൽ തന്നെ ആയിരിക്കും. ബിക്കോസ് ദേ ആർ എ ഫോർമിഡബിൾ ന്യൂക്ലിയർ പവർ. ന്യൂക്ലിയർ പവർ അയാൾ സ്വയം ഡിക്ലെയർ ചെയ്തില്ല, പക്ഷെ അവർ സൗത്ത് ആഫ്രിക്കയിൽ കടലിനടിയിൽ സൗത്ത് ആഫ്രിക്കയുടെ സഹായത്തോടുകൂടി ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സ് നടത്തിയിരുന്നു. അവരെ കയ്യിൽ ഏതാണ്ട് നൂറുകണക്കിന് അറ്റോമിക ഫോർമുലകൾ ന്യൂക്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് സത്യമാണ്. അപ്പം പിന്നെ മാത്രമല്ല അവരുടെ ഏറ്റവും പുതിയ വിമാനങ്ങളാണ്, ലോകത്തെ ഏറ്റവും പുതിയ ഫൈറ്റർ ജെറ്റ്സ് ആണ് F-35. അത് അമേരിക്ക കണ്ടുപിടിച്ച വിമാനങ്ങളാണ്. ഇന്നിപ്പം വാറിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് F-35 ആണ്. പിന്നുള്ളത് അമേരിക്കയുടെ തന്നെ വേറൊരു F-22. ഈ 2 വിമാനങ്ങളാണ്. ചൈന ഒരു വിമാനം ഉപയോഗിക്കുന്നില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൽ എത്രത്തോളം സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട് എന്ന കാര്യം സംശയമാണ്. ഏതായാലും ഈ 2 വിമാനങ്ങളാണ്. റഷ്യ ഇൻഡക്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ വിമാനങ്ങള് അമേരിക്ക അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അലയൻസിന് കൊടുത്തിട്ടുണ്ട്. ജപ്പാന് കൊടുത്തിട്ടുണ്ട്, ബ്രിട്ടന് കൊടുത്തിട്ടുണ്ട്, ജർമ്മനിക്ക് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ബിക്കോസ് ദേ ഓൾ പാർട്ട് ഓഫ് ദ നാറ്റോ കോalition. ആൻഡ് പക്ഷെ ഇവർക്ക് കൊടുത്തു, തുർക്കിക്ക് കൊടുത്തില്ല. തുർക്കി മുസ്ലിം രാജ്യം ആയതുകൊണ്ടായിരിക്കും. ആ വിമാനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അതൊരു ഫോർമിഡബിൾ ഫോഴ്സ് ആണ്. അത് വെർട്ടിക്കൽ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യാൻ പറ്റും. കാരണം സാധാരണ വിമാനങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യണമെങ്കിൽ ഒരു റൺവേന്റെ ആവശ്യമുണ്ട്. ഇതല്ല, ഹെലികോപ്റ്ററിനെ പോലെ വെർട്ടിക്കലായിട്ട് ഇതിന് ചെറിയൊരു മൈതാനോ അല്ലെങ്കിൽ ചെറിയൊരു ഹെലികോപ്റ്റർ കാരിയറൊക്കെ കിട്ടിയാൽ മതി. അതിന്റെ മുകളിൽ അത് ഹെലികോപ്റ്റർ പോലെ അത് വെർട്ടിക്കലായിട്ട് എന്ത് ചെയ്യും, അത് ടേക്ക് ഓഫ് ചെയ്യും. വെർട്ടിക്കലായിട്ട് ലാൻഡിങ് ചെയ്യാൻ ശേഷിയുള്ള ഭയങ്കര മാനുവറാലിറ്റി ഒക്കെ ഉള്ള വിമാനങ്ങളാണ്. പിന്നെ അറ്റോമിക് ബോംബുകൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഫോർമിഡബിൾ ഫോഴ്സ് അവരാണ്. പിന്നെ ലോകത്തെ ഏറ്റവും നല്ല പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, അമേരിക്കയ്ക്ക് വരെ ചില ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, മിസൈലുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ ഇസ്രായേലാണ്. ഇലക്ട്രോണിക് വാർഫെയറിൽ അവർ വളരെ മുന്നിലാണ്, സൈബർ വാർഫെയറിൽ അവർ വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അപ്പഹാൻ അവർക്ക് തന്നെയാണ്. പക്ഷെ ഇറാനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇറാന്റെ കയ്യിൽ ഈ പറഞ്ഞ F-14 ടോം കാറ്റ് വിമാനങ്ങളുണ്ട്, പണ്ട് അമേരിക്ക കൊടുത്തിട്ടുള്ളത്. പിന്നെ അവരുടെ കയ്യിൽ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്. 6th ജനറേഷൻ ഫൈറ്റർ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോഫ ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവരും അത്ര തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഫോഴ്സ് അല്ലേ. ഇവരമ്പില് യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. രണ്ടുപേർക്കും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ഫൈനലി ഇസ്രായേൽ എന്നെ പ്രിവെയിൽ ചെയ്യുക, നാറ്റോയുടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ അവർ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക സൈനിക ശക്തി എന്ന് പറയാവുന്നത് ഒന്ന് പാകിസ്ഥാനാണ്. ബിക്കോസ് ദേ ഹാവ് ദ ന്യൂക്ലിയർ ബോംബ്സ്, ആറ്റം ബോംബ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. പിന്നെ ഒന്ന് ഇതാണ് തുർക്കിയാണ്. പക്ഷെ ഈ 2 രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 അമേരിക്ക ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ തുർക്കി നാറ്റോയിലെ മെമ്പറാണ്. പാകിസ്ഥാനാണ് അമേരിക്കന്റെ ക്ലോസ് അലയാണ്. അപ്പൊ ഇവരെ രണ്ടുപേരും അമേരിക്ക വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. വലിയൊരു ഭീഷണിയല്ല. പക്ഷെ ഇറാന് അമേരിക്കയുടെ കൂടി ശത്രുവാണ്. അപ്പം മാത്രമല്ല ഇറാൻ ഇവർക്കെതിരെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും അതുപോലെ സൗദിക്ക് പ്രവർത്തിക്കുന്ന ഹൂതികളെയും എല്ലാം തന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ദമാസ്കസിലെ കേന്ദ്രം, ഇവരുടെ കാര്യാലയം ഇസ്രായേൽ ആക്രമിച്ചത്. അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, യുദ്ധതമ്മാടിത്തമാണ്. പക്ഷെ ശക്തിയുള്ളവൻ എന്തും ചെയ്യാലോ. അതാണ് ലോകത്തിന്റെ ഇതുവരെയുള്ളൊരു നിയമം. ജനാധിപത്യമൊക്കെ പാവപ്പെട്ടവന്റെ തലേക്കാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെ ആക്രമിച്ച സമയത്ത് ഇറാന് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇറാൻ അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലാസ്സിന് ഇന്റേണലി വലിയ പ്രശ്നം. ഈ എല്ലാ രാജ്യങ്ങളെയും പ്രശ്നം, ഈ പാവപ്പെട്ടവൻ എപ്പോഴും ഈ മതത്താല് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നവരാണ്. ഇറാൻ തന്നെ പോയി ടെഹ്റാനിലൊന്നും ഈ പ്രശ്നമില്ല. ഗ്രാമപ്രദേശങ്ങൾക്ക് പോലെ അവിടെ ഗൊമേനി ഫാൻസ് കൂടി വരുന്നത്. ഈ കാൾമാക്സ് പറഞ്ഞവർ അവരുടെ അവസാനത്തെ ആശ്രയമാണല്ലോ മതം. അതുകൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇപ്പോഴുള്ള ഭരണകൂടത്തിനെതിരെ ശക്തമായ വികാരം ഉണ്ടായി വരും. അത് തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അപ്പൊ തിരിച്ചടിച്ചു കഴിഞ്ഞാല് ഇസ്രായേൽ തിരിച്ചടിച്ചാൽ തന്നെ ഇറാന്റെ കാര്യങ്ങൾ ഏതാണ്ട് ഒരു വഴിക്ക് ആയി കിട്ടും. ബിക്കോസ് ദേ ഹാവ് ദ ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് വെറാസ് ഇറാൻ ഈസ് നോട്ട് എ ന്യൂക്ലിയർ പവർ. അപ്പൊ അതാണ് പ്രശ്നം. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളില്ല. അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നേ പറയുന്നുണ്ട്. ദേ ആർ എ ന്യൂക്ലിയർ പവർ ഇൻ മേക്കിംഗ് എന്നൊക്കെ വേണം പറയാം. പക്ഷെ ഇപ്പൊ ഇല്ല. പക്ഷെ ഇവരുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു തോന്നുന്നില്ല. മാത്രമല്ല ഇറാൻ ഇപ്പം മറ്റേതെങ്കിലും പലസ്തീനെ അല്ലെങ്കിലൊക്കെ സിറിയനെയൊക്കെ നേരിടുന്ന പോലെ എളുപ്പം നേരിടാൻ പറ്റിയ രാജ്യമല്ല. അവരൊരു ഫോർമിഡബിൾ ആയിട്ടുള്ള മിലിറ്ററി പവറാണ്. അതുകൊണ്ട് ഇസ്രായേലും കരുതിയേ അവരുടെ നേരെ ഒരു ആക്രമണം നടത്തുള്ളൂ, നേരിട്ടൊരു ആക്രമണം നടത്തുള്ളൂ. കാരണം അവരുടെ കയ്യിൽ അമേരിക്ക കൊടുത്ത F-14 ടോം കാറ്റ് വിമാനങ്ങളുണ്ട്. അത് വെച്ചാൽ ഇസ്രായേലിന് ഒരു ആദ്യ കാലഘട്ടം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇറാനാണ്. അന്നത്തെ അവരുടെ ഭരണകൂടം വളരെ പുരോഗമനാത്മകമായിട്ട് സെക്കുലർ ഭരണകൂടം, ഷായുടെ
അമേരിക്കൻ അലയായ ഷായുടെ ഭരണകൂടമായിരുന്നു. അതിനെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മതഭ്രാന്തന്മാരുടെ ഖൊമേനി ഭരണകൂടം അധികാരത്തിൽ വന്നത്. മതഭ്രാന്ത് എന്ന് പറയുമ്പോൾ താലിബാൻ അത്ര പോരാ, അത്യാവശ്യം ജനാധിപത്യ ബോധമുണ്ട്, സ്റ്റിൽ മതഭ്രാന്ത് തന്നെയാണ്. അപ്പം അവര് വന്നതോടുകൂടിയാണ് ഇസ്രായേൽ ഇവരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല ബന്ധം ഉണ്ടായ സമയത്ത് 1,00,000-ഓളം ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ജൂതന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അടിച്ചമർത്തിയ സമയത്ത് ജൂതന്മാരെ സഹായിച്ചൊരു രാജ്യമാണ് ഇറാൻ. വേറെ രാജ്യം ഇന്ത്യയാണ്. നമ്മൾ അഭയം കൊടുത്തു. അവരെ ബാബിലോണിയക്കാരുടെ ബോണ്ടിൽ നിന്ന്, ബാബിലോണിയക്കാരുടെ പീഡനത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ഇറാനിലെ രാജാവായ സെർസസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ്. അത് ഈ മതഭ്രാന്തന്മാർ വന്നോട് കൂടിയിട്ടാണ് അത് പോയത്. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകാൻ രണ്ടു കൂട്ടർ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ അതായത് മറ്റൊരു ഇത് ചെയ്തത്, മിസൈലുകൾ അയച്ചത്. മാത്രമല്ല അവിടെ സംഭവിച്ച വേറൊരു കാര്യം വെച്ചാൽ ജോർദാൻ ഇവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കേണ്ടായി, ഇസ്രായേലിന് അനുകൂലമായിട്ട് വളരെ ശക്തമായി വന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ എയർ സ്ട്രൈക്ക് ഉദ്ദേശിച്ച ഫലം ചെയ്യാതെ പോയതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് സ്റ്റേജ്ഡ് വാർ ഫോർ ഹോണർ എന്ന് വേണമെങ്കിൽ പറയാം.